ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് തവക്കൽതു അലല്ലാഹ്. അപ്പം അത് പറഞ്ഞാൽ കിട്ടുന്ന 7ഓളം പ്രതിഫലങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചവരാണ്. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു വാചകമാണ് ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ പറയാറുണ്ട്, എപ്പോഴും പറയും ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അപ്പം അത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതും നമ്മൾ പഠിച്ചതാണ്. 7ഓളം വരുന്ന പ്രതിഫലങ്ങൾ, അത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം, അത് പറയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമെന്താ, അതും നമ്മൾ പഠിച്ചു. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പഠിച്ചില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ ഒരു വാചകത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മളൊരു സൂറത്ത് ഓതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ അവരുടെ നിത്യജീവിതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അതാണ് തവക്കൽതു അലല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മളൊക്കെ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രയോഗത്തിൽ വരുന്നതാണ്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നടത്താറുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും പറയും, എല്ലാവരും അത് പറയാറുണ്ട്. എന്നാൽ ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. ഈ മാഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളിൽ പലരും നോക്കാറുമില്ല. അതിൻ്റെ ആശയം നമുക്കറിയില്ല. ഇത് എന്തിനാണ് പറയുന്നത്, ഏത് സന്ദർഭത്തിലാണിത് പറയേണ്ടത്, ഇത് പറയാൻ പാടുള്ള സ്ഥലത്തും പറയാൻ പാടില്ലാത്ത സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർ പറയും മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, തബാറക്കല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വരുന്നത് ഒരേ സാഹചര്യം, ഒരേ ലെവലിലാണ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പദങ്ങൾ, ആശയങ്ങൾ ഉപയോഗിക്കേണ്ട സന്ദർഭം എന്നിവയെക്കുറിച്ച് പലർക്കും അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ഈ പദങ്ങൾ സാധാരണ പറയാറുള്ളത് പോലെ നമ്മൾ പറയാറുണ്ട്. ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയാം. മക്കളൊക്കെ നല്ല മാർക്ക് പഠിക്കുമ്പോൾ പറയാം ഗുഡായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തിരി കൂടെ അങ്ങോട്ട് കടത്തിയിട്ട് പറയും വെരി ഗുഡ്, നല്ല ഇത്തിരി കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. നല്ല മാർക്ക് വാങ്ങിച്ചു, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, കൊള്ളാട്ടാ എന്നൊക്കെ, മബ്രൂക്ക് എന്നൊക്കെ പറയണ പോലെ. അപ്പം പലർക്കും ഇതിൻ്റെ അർത്ഥമോ മറ്റുള്ള കാര്യങ്ങളോ അറിയില്ല. ചിലരിതൊരു ഭംഗിയായിട്ട് രസം ഇതിലൊക്കെ പറയുമ്പോൾ, ചിലരൊക്കെ അൽഹംദുലില്ലാ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അറബി വാക്കുകൾ പറയാറുണ്ട്. ആരോ ഒരാളിന്ന് ഫോൺ വിളിച്ചിട്ട് വെച്ചപ്പോഴും എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ഒരു ഓളത്തിനിങ്ങനെ അൽഹംദുലില്ലാ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയത്തില്ല, കൈഫുൽ ഹാൽ ചോദിക്കണ പോലെ ആകാതെ അറിയത്തുള്ളൂ, വേറെ ഒന്നുമില്ല. കാണുമ്പോൾ ഒരു ഓളത്തിന് നമ്മളൊക്കെ. അപ്പം അങ്ങനെ ചിലരൊക്കെ അറബി വാക്കുകൾ ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്. മാഷാ അല്ലാഹ്, കൊള്ളാമൽ, മബ്റൂക്കൊക്കെ പറഞ്ഞിട്ട് അതാ മിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളിൽ പലരും ചിന്തിക്കാറില്ല. ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എന്താണ് മാഷാ അല്ലാഹ്? നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. മാഷാ അല്ലാഹ്, മാ ഷാ അല്ലാഹ്, അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മാ ഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ 3 പദങ്ങൾ ഒരു പ്രസ്താവനയാണ്. മാഷാ അല്ലാഹ് എന്ന് നമ്മൾ ഒരുമിച്ച് പറയുന്ന യഥാർത്ഥത്തിൽ ഷാ എന്നുദ്ദേശിച്ചത് അള്ളാഹു എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് എന്നാണ് സത്യത്തിൽ അതിനർത്ഥം. മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചത് എന്നാണ് അതിനർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർ മാഷാ അല്ലാഹു ഖാൻ എന്ന് പറയാറുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് പറയേണ്ടത് എപ്പോഴാണ്? ഇത് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ് ഇതിൻ്റെ പരിപൂർണമായ? ചിലർ പറയുന്നത് മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാ, ഇങ്ങനെ പറയണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് പരിപൂർണമായിട്ട് മാഷാ അല്ലാഹ് കാന വമാലം യസഅലം യകുല്ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിരുന്ന ഒരു വലിയ ദിക്റുകളും പ്രയോഗങ്ങളൊക്കെ ആയിരുന്നു.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അധികം പേരും പറയുന്നു മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് സത്യത്തിൽ ഇത് പറയേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം, ഒരു വ്യക്തിക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, ആ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ അള്ളാഹുവിനോട് മറക്കുകയും, ഇതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കലല്ല, അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അതിന് ശുക്ർ ചെയ്യുന്നത് പോലെ മതിമറന്നു പോകാതിരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ പലരും ചെയ്യാറുള്ളത്. എങ്കിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. എന്താണ് മാഷാ അല്ലാ എന്ന് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മനോഹരമായ ഒരു ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടിയുടെ മുകളിൽ എഴുതി വെക്കാനുള്ളതല്ല, ഓടിക്കുന്ന വാഹനത്തിന്റെ മുകളിൽ മാഷാ അല്ലാ എഴുതി വെക്കുന്നവരുണ്ട്. വീടിന്റെ കവാടങ്ങളിലും വീടിനകത്തും മാഷാ അല്ലാ എഴുതി വെക്കുന്നവരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മനോഹരമായ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരികയാ. രണ്ട് കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ടല്ലോ. സൂറത്തുൽ ബഖറ മുതൽ മിനദാ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും മനസ്സിന് വല്ലാത്ത കുളിർമയുള്ളതാണ്. പടച്ചവനെ, പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങളും ഗുണപാഠങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും എടുത്ത് ഓതി നോക്കണം. ഖുർആന് പറയാത്തതൊന്നുമില്ല, അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞു തരാത്ത ഒന്നുമില്ല. എല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഓരോ അധ്യായം എടുത്തു നോക്കുമ്പോഴും സൂറത്തുൽ ബഖറയാകട്ടെ, ആൽ ഇംറാൻ ആകട്ടെ, നിസാ ആകട്ടെ, മാഇദയാകട്ടെ, അഅറാഫ് ആകട്ടെ, അൻആം ആകട്ടെ, പടച്ചവനെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും വല്ലാത്ത അത്ഭുതങ്ങളാണ്. ഒരുപാട് മുന്നറിയിപ്പുകൾ, ഒരുപാട് താക്കീതുകൾ, ഭീഷണിയുടെ സ്വരത്തില്, സ്നേഹത്തിന്റെ സ്വരത്തില് അല്ലാഹു വ്യക്തമായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് മുൻഗാമികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സൂറത്താണ്. ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, സഹാബാ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തില് ജുമുഅയ്ക്ക് മുമ്പ് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണേ. ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മനസ്സിന് കിട്ടുന്ന പ്രതിഫലം മുത്തുനബി അവിടെ നിന്ന് എണ്ണി പറയുന്നുണ്ട്. അല്ലാഹു അവിടെ എണ്ണി പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞു തരികയാണ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ, ഈ വെള്ളിയാഴ്ച ആരെല്ലാം ഓതിയിട്ടുണ്ടോ, പടച്ചവനെ എളുപ്പത്തിൽ ഓതാൻ കഴിയുന്ന ഒരു സൂറത്താണല്ലോ. പടച്ചവനെ, 15 മിനിറ്റ് മതി ഏതൊരു മനുഷ്യനും അത് ഓതി പൂർത്തിയാക്കാൻ. അത്ര പെട്ടത്തിൽ ഓതി തീർക്കാൻ കഴിയുന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ഒരാഴ്ചയവന് പേടി വേണ്ട, ഒരാഴ്ചയവന് യാതൊരു ഭയവും വേണ്ട. അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ അതുകൊണ്ട് പഠിക്കണം സഹോദരാ. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൂറത്തുകൾ പഠിച്ചല്ലോ. ഒരുപാട് ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ചവരാണ്. ഏത് മനുഷ്യനും 30ാമത്തെ ജുസുമുണ്ടല്ലോ. അതാ സൂറത്തുൻ നബഅ മുതൽ അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. പടച്ചവനെ അവിടെ മുതൽ ഇങ്ങനെ താഴോട്ട് പടച്ചവനെ പഠിച്ചവരാണ്. സൂറത്തു റഹ്മാൻ പഠിച്ചവരാണ്, സൂറത്തുൽ വാഖിയ പഠിച്ചവരാണ്, സൂറത്തുൽ മുൽക്ക് പഠിച്ചവരാണ്, സൂറത്തു യാസീൻ പഠിച്ചവരാണ്, സൂറത്തു സജദ പഠിച്ചവരാണ്. പക്ഷേ നമ്മളിൽ പലരും വലിയ വലിയ സൂറത്തുകൾ പോയിട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ പോലും മറന്നുപോയവരാ. ഓതിയെടുക്കണം ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ മറക്കല്ലേ, ഖുർആൻ മറന്നു കളയല്ലേ. അത് നിസാര പാപമല്ല, അത് നിസാര പാപമല്ല. എത്രയെത്രയോ ചെറിയ സൂറത്തുകൾ വല്ലുഹാ മുതൽ താഴെ ഓതാൻ അറിയാത്ത ഏകദേശം സർവ്വ മുസ്ലിമിനും ഓതാൻ അറിയുമല്ലോ. മദ്രസയിൽ പഠിക്കാൻ പോയിട്ടുള്ള ഏത് കുട്ടിക്കും ഓതാൻ അറിയുന്ന സൂറത്തുകളാ. വല്ലുഹാ മുതൽ താഴോട്ട് ഓതാൻ അറിയാത്ത ആരാ ഉള്ളത്? അതിനകത്ത് ഇനിയിപ്പോൾ ആകെ ഇപ്പോൾ ഓതാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കടുപ്പിച്ച് പോയ 2 വലിയ സൂറത്ത് ആകെ ഉള്ളത്. ഒന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, 2 ലം യകുനില്ലദീന എന്ന് തുടങ്ങി 2 സൂറത്തേ ഉള്ളൂ വലുത്. ബാക്കിയെല്ലാം ചെറുതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാം പഠിച്ചതാ, പക്ഷെ ഓർമ്മ ഉണ്ടോ? എവിടെ ഓർമ്മ? എവിടെയാണ് ഓർമ്മ? മറന്നുപോയി. എന്നാ ഒന്ന് ഓതിയെടുക്കാം. യാസീനും ബക്കറയൊക്കെ പോകട്ടെ, ആ ഓതി പഠിച്ച കാണാപ്പാടം പഠിച്ചു വെച്ചിരുന്ന ആ ചെറിയ സൂറത്തുകളെങ്കിലും ഒന്ന് ഓതിയെടുക്കാൻ. എപ്പോഴും ഇന്നാത്തേനെ കൊല്ലുവല്ല, ഇന്നാത്തേനെ കൊല്ലുവല്ല, ഇന്നാത്താനെ കൊല്ലു തന്നെ എപ്പോഴും ഒന്നും മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മറന്നാൽ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? പഠിച്ചാ വലിയ പ്രതിഫലമാ. പഠിച്ചാ വലിയ പ്രതിഫലമോ. അൽഹംദുലില്ലാ. അലിഫ് ലാം മീൻ 3 അക്ഷരം, ഒരക്ഷരത്തിന് 10 നന്മയാ. അലിഫ് ലാം മീം, ഓരോ അക്ഷരത്തിനും 10 നന്മ. അത്രയ്ക്കും പ്രതിഫലമാണ്. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ഒരു സൂറത്തിലെ ഒരായത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും വലിയ പ്രതിഫലമാണ്. എങ്കിലും മറന്നാലോ? അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. ഉപാശൊക്കെ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ? ചിരിച്ചാൽ മാത്രം വരാം. ഷാജിക്കാക്ക അലിക്കണം. നമ്മളൊക്കെ പഠിച്ച സൂറത്തുകൾ ഓതിയെടുക്കണം സഹോദര. ശിക്ഷ എന്തെന്നറിയോ? പറഞ്ഞു തരാം, പേടിപ്പിക്കണില്ല. ഹിഫ്ദ് കോളേജൊക്കെ തുടങ്ങാൻ ആലോചിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ബിരുദന്മാർ പറയാം, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകാത്തതെന്ന്. ഉസ്താദ് പറഞ്ഞു കേട്ടോ, ഇത് പഠിച്ചിട്ട് മറന്നാൽ കിട്ടുന്ന ശിക്ഷ ഇതാ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയുന്ന ബിരുദന്മാരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറക്കൂല സഹോദര. ഇത് പഠിച്ചാൽ മറന്നു പോകൂല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ മറക്കൂല. ഒരു ഹാഫിദ്, ഒരാൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ മറന്നൊന്നും പോകില്ല. മറക്കും അള്ളാനെ മറന്ന. ഒരു ഖുർആൻ പഠിച്ചവൻ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ മറക്കൂല. നമ്മൾ എത്ര ഓതാൻ അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ ഓതുമ്പോൾ അറിയാതെ അങ്ങ് കൂടെ ഓതും. ഒന്ന് ഓതി തുടങ്ങിയാൽ മതി. ചിലപ്പോൾ അത് ഏത് സൂറത്താന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. 114 സൂറത്തിലെ ഏത് സൂറത്തിലെ ഈ ആയത്ത് എത്രാമത്തെ ആയത്താന്ന് വെച്ചാൽ ചിലപ്പം പറയാൻ അറിയണമെന്നില്ല. പക്ഷെ ഓതുന്ന കേട്ട കൂടെ ഓതും. അതാ ഖുർആൻ. അള്ളാഹുവിനെ മറന്നുപോയാൽ പോലും ഒരു ചരിത്രമുണ്ട്, മനോഹരമായ ഒരു ചരിത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് നമ്മൾ പേടിക്കുന്നത് മറന്നു പോകുമെന്ന്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ മറക്കൂല. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഖുർആൻ കൊടുത്തത്. അതാ മനസ്സിലാക്കണ്ടേ. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അള്ളാഹുവിന് ഖുർആൻ കൊടുത്തത്. അപ്പൊ അള്ളാഹു ആദരിച്ചവനാണ്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില പ്രത്യേകമായ ആൾക്കാരുണ്ട്.
വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാർ, അഹ്ലുല്ലാഹ് എന്നാ പറഞ്ഞത്, അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെന്നല്ല, അത്രയും പ്രത്യേകമായി ചില ആൾക്കാർ. ആരാ നബിയെ? ഖുർആനിന്റെ ആൾക്കാരാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാണ്, അള്ളാഹുമായിട്ട് അത്രയും ബന്ധമുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോകില്ല. വല്ലപ്പോഴും ഒന്ന് ഓതി കൊടുത്താൽ മതി, ഒന്ന് നനച്ചു കൊടുത്ത് ഓതിയെടുത്താൽ അൽഹംദുലില്ലാ ഓർമ്മയുണ്ടാകും. അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഏറ്റവും മോശമായവനാണെങ്കിലോ നിങ്ങൾ ചിന്തിക്ക്. ഒരു ചരിത്രം കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹാഫിളായ ഒരു സഹാബി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ഹാഫിളായ ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയതാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ചരിത്രം, അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയം ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീയെ, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. വല്ലാത്ത ഗ്ലാമർ അവൾക്ക്. ആ പെണ്ണ് വല്ലാത്ത സുന്ദരിയാണ്. അവളെ കണ്ടതും ഈ ഖുർആൻ പഠിച്ച ഈ സഹാബിയായ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അവസാനം ആ പെണ്ണിനോട് പ്രണയം. അതാണല്ലോ പ്രണയം, തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോയി. അതുകൊണ്ടാണല്ലോ പാപ്പ കാലി പിടിച്ചിട്ട് കരയും, ഉമ്മ കരഞ്ഞാലും പറയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകണത്. തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാതാ. അപ്പൊ അവസാനം ആ പെൺകുട്ടിയോട് വല്ലാത്തൊരാഗ്രഹമായി. അവസാനം അവൾ പറഞ്ഞു, അവൻ പറഞ്ഞു, സഹാബി പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം. ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ നിന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. ചരിത്രം പറയുകയാണ്, അങ്ങനെ ആ സ്വഹാബി ആ ജൂത പെൺകുട്ടിയുമായിട്ട് അവരുടെ മതത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ആ യുദ്ധം വരെ തോറ്റുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം തന്നെ തോറ്റുപോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് പോയിരുന്ന ആ സ്വഹാബികൾ ഒരിക്കൽ ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു, പണ്ടൊരു ചങ്ങാതി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവിടെ പെണ്ണൊക്കെ കെട്ടി കൂടിയല്ലോ, ഓനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഞാൻ ചരിത്രമാണ് പറയണത്. സഹാബിയുടെ ആ പേരെനിക്ക് ഓർമ്മയില്ലാതായിപ്പോയി. അത് ഞാൻ നോക്കി വെച്ചതല്ല, യാദർശികമായിട്ട് പറഞ്ഞുകൊണ്ട് പറയണേ. അങ്ങനെ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അന്ന് പണ്ട് യുദ്ധത്തിന് വന്ന ആ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹാബിയെ കണ്ടെത്തി. അടുത്തു പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പോയ സഹാബി ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി പറഞ്ഞു, എല്ലാം മറന്നുപോയി, പക്ഷേ ഒരായത്ത് മാത്രം എൻ്റെ മനസ്സിലുണ്ട്. വല്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ സ്വഹാബി പറയുകയാ, ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചവനാണ് നീ, നിനക്ക് ആ ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി, പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല. ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതായത്തായിരുന്നെന്നറിയുമോ? എന്തേ പടച്ചവനെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ, എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ, റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ എന്നർത്ഥം വരുന്ന ഒരേ ഒരായത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്.
എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്യാ, ഒരു പരാതിയുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, അടിച്ചു വിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ. പക്ഷേ നടന്ന് 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 അവസാനം അല്ലാഹ് പറയുകയാ, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. ഇതാണ് താക്കീതെന്ന് പറഞ്ഞ, ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ, ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സൂക്ഷിച്ചോടാ സിറാജ്, ഒരു ദിവസം നീ എൻ്റെ മുന്നിൽ വരണ്ടവനാടാ എന്ന് അള്ളാന്റെ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, ഖുർആനിലെ സർവായത്തുകളും മറന്നു പോയിട്ടും ആ മുസ്ലിമായ ജൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെന്ന് അള്ളാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത്, ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹുവേ പടച്ച റബ്ബിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലും ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക? അതുകൊണ്ട് പേടിക്കണ്ട. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അല്ലാഹ് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങള് സഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ അരുവികളെ കുറിച്ച്, സ്വർഗത്തിലെ പദവികളെ കുറിച്ച്, സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച്, സ്വർഗത്തിലുള്ള തരുന്ന ഭക്ഷണത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ഈ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബാ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയൊന്ന് പറഞ്ഞു തരുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ, അള്ളാഹുവിന്റെ ഭവനമുണ്ടല്ലോ, അള്ളാഹുവിന്റെ വീടുകളുണ്ടല്ലോ, ഈ ഭൂമിയിലെ മസ്ജിദുകളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന, ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ, ഒരു ഇലയാകട്ടെ, ഒരു കമ്പാകട്ടെ, അതാരെങ്കിലും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവന് എളുപ്പം കടന്നു പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞേ? പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ ഇത് ഒട്ടിച്ചിട്ടിരിക്കുന്നു, ഇന്ന് വിളക്കിയിട്ടില്ല, ഓടക്കുന്നു പടച്ചവനെ. ഇങ്ങനെ നോക്കിയാൽ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും. ആരെടുത്ത് കളയും വെളിയിൽ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് മോദീനെടുക്കട്ടെ അല്ലേ, അത് മോദീനെടുക്കട്ടെ. ഓനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണം അതിനു വേണ്ടിയല്ലേ? നമ്മൾ ആലോചിക്ക്, പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റോഡിൽ കിടക്കണ എടുത്ത് കളഞ്ഞാൽ പോകാവോ? പറ മനുഷ്യ. ഇവിടെ റോഡിൽ കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട് സ്വർഗത്തിൽ പോകുമോ? പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പം അള്ളാഹുടെ വീടിനകത്ത് കിടക്കണ, അള്ളാഹുടെ വീടിനകത്ത് കിടന്ന അതെടുത്ത് കളഞ്ഞാൽ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക്. എങ്ങനെ? കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ, കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ
അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.